ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പുതിയ ബാച്ച് എഡ്യൂക്കേറിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 100. അപ്പോൾ ഓർഡർ 100 ആയിട്ടുള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യാനായിട്ട് ഓർഡർ എടുക്കുക. ഓർഡർ എത്രയാണ്? 100. അതിന്റെ ഡിവൈസേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡിവൈസേഴ്സ് ഓഫ് 100 എന്ന് പറയുന്നത് 1, 2, 4, 5, 10, 20, 25, 50, 100 ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് 100നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഡിവൈസേഴ്സ് എടുക്കുക. ഇത് എത്ര എണ്ണം ഉണ്ട്? ഡിവൈസേഴ്സ് 100ന്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് കൗണ്ട് ചെയ്ത് നോക്കുക. 9 ഡിവൈസേഴ്സ് ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് 9. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓർഡർ എത്രയാണ്? 100. അപ്പൊ ഓർഡർ എന്താണോ വന്നിരിക്കുന്നത് അതിന്റെ ഡിവൈസേഴ്സ് എടുക്കുക. എത്ര ഡിവൈസേഴ്സ് ഉണ്ട് അതായിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. The GCD of 1819 and 3587 is 13, 9, 7, 6. അപ്പൊ ഇതിന്റെ GCD കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഓപ്ഷൻസ് തന്നെ സെലക്ട് ചെയ്തിട്ട് ഓരോന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? GCD of 1819 and 3587 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 13 ആ. അപ്പൊ 13 വെച്ച് എല്ലാ നമ്പറും രണ്ട് നമ്പറും എടുക്കണ്ട, ഏതെങ്കിലും ഒരു നമ്പർ. അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ചൂസ് ചെയ്യുക. അതിൽ ഏറ്റവും വലുത് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഫസ്റ്റ് 1819 എടുക്കുക. ആ ഒരു നമ്പർ എടുത്തിട്ട് ഈ 4 നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ഈ 4 നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആകെപ്പാടെ റിമൈൻഡർ ഒന്നും കിട്ടാതെ റിമൈൻഡർ 0 ആയിട്ട് കിട്ടുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് 17 ആയിരിക്കും. ഓക്കെ, ഇല്ല ഇനിയിപ്പോ രണ്ട് നമ്പർ ഇപ്പൊ 17ഉം 6നും റിമൈൻഡർ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ 3587 എടുക്കുക. അതിനെ 17ഉം 6ഉം വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പം അതിലേതെങ്കിലും ഒരു നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത് ചൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻസിൽ നിന്ന് എടുക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ഇനി അല്ലെങ്കിൽ യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് പറയാം. അപ്പൊ യൂക്ലിഡിയൻ അൽഗോരിതം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ നമ്പർ. അപ്പൊ അതിനു മുമ്പ് ഡിവിഷൻ അൽഗോരിതം കൂടെ ജസ്റ്റ് പറയാം. ഡിവിഷൻ അൽഗോരിതം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു നമ്പർ ഇപ്പോ 48ഉം 18ഉം അങ്ങനെ രണ്ട് നമ്പേഴ്സ് എടുത്തു. അപ്പോൾ അതായത് ഈ 1819 3587 ഈ രണ്ട് നമ്പറിന് വരെ ഞാൻ 48ഉം 18ഉം ചൂസ് ചെയ്യുവാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ നമ്പർ. അതായത് 48നെ 18 വെച്ച് ഡിവൈഡ് ചെയ്യണ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ വരുന്നത് 2 ടൈംസ് വരും, 36. റിമൈൻഡർ 12 വരും. അപ്പൊ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു നമ്പറിനെ, ഡിവിഷൻ അൽഗോരിതം എന്നുള്ള പേരായിരിക്കും ഓർക്കാത്തത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 48നെ എങ്ങനെ എഴുതാൻ പറ്റും? 48 equal to 2 into 18 plus 12 അല്ലെങ്കിൽ 18 into 2 plus 12. അതായത് ഇതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ A is equal to BQ plus R. A എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡന്റ്. ഡിവിഡന്റ് ഏതാ? ഇവിടെ 48 ആയിരുന്നു. ഈക്വൽ ടു B എന്ന് പറയുന്നത് ഡിവൈസറാ. ഡിവൈസർ എന്ന് പറയുന്നത് 18 ഇൻറ്റു കോഷ്യന്റ് ഇവിടെ കിട്ടുന്ന ആൻസർ പ്ലസ് റിമൈൻഡർ. അപ്പൊ ആ ഒരു ഫോമിൽ നമുക്ക് എഴുതണം. അപ്പൊ യൂക്ലിഡിയൻ അൽഗോരിതം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം A ഈക്വൽ ടു BQ പ്ലസ് R എന്നുള്ള ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റ് എന്താ എഴുതണം? ഡിവൈഡ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ നമ്പർ. അപ്പൊ ലാർജർ നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത് 3587. അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? 3587 ഡിവൈഡഡ് ബൈ 1819. 2 ടൈംസ് വരത്തില്ല. 2 ടൈംസ് വരുമ്പോൾ 3600 സംതിങ് ആണ് എഴുതുക. അപ്പൊ 1 ടൈമേ ഉള്ളൂ. എന്ത് വരും? 1819
മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1768. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 1819 into 1 plus 1768. അതായത് ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. അടുത്ത ടേക്ക് ദ റിമൈൻഡർ, റീപ്ലേസ് ദ ലാർജർ നമ്പർ വിത്ത് ദ സ്മോളർ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പിൽ. റീപ്ലേസ് ദ ലാർജർ നമ്പർ വിത്ത് ദ സ്മോളർ നമ്പർ. ഇപ്പൊ ഇവിടുത്തെ ലാർജർ നമ്പർ എന്ന് പറയുന്നത് 3587 ആയിരുന്നു. അത് റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കണം? ഈ സ്മോളർ നമ്പർ കൊടുക്കണം. ദാറ്റ് ഈസ് 1819 കൊടുത്തു. അപ്പൊ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ആൻഡ് സ്മോളർ നമ്പർ വിത്ത് ദ റിമൈൻഡർ. സ്മോളർ നമ്പർ വിത്ത് ദ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പർ 1819 ആയിരുന്നു. അവിടെ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? 1768. ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ റീപ്ലേസ് ചെയ്ത് എഴുതുന്ന നമ്പറിനെ 1819നെ റിമൈൻഡറിനെ തൊട്ട് മേളിൽ കിട്ടിയ റിമൈൻഡറിന് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. അതായത് 1768 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ എന്ത് കിട്ടും? ഇത് കണ്ടാൽ തന്നെ അറിയാം കുറച്ച് ക്ലോസ് ആയിട്ടുള്ള നമ്പേഴ്സ്. സോ 1 ടൈമേ കാണുള്ളൂ. 1768 മൈനസ് ചെയ്യുമ്പോൾ 51 എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റു 1 പ്ലസ് 51. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ സ്മോളസ്റ്റ് നമ്പർ 1768 ആണ്. അതിനെ ഏത് ടേംസിൽ എഴുതുക? റിമൈൻഡർ, മേളത്തെ റിമൈൻഡറിന്റെ ടേംസ് എഴുതുക. അതായത് ഈ നമ്പറിനെ മേളത്തെ റിമൈൻഡർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1768 ഡിവൈഡഡ് ബൈ 51 ചെയ്യുക. അപ്പൊ ആൻസർ വരുന്നത് 3 ടൈംസ്. ആൻസർ 34 വരും, റിമൈൻഡറും 34 വരും. ദാറ്റ് ഈസ് 51 into 34 പ്ലസ് 34 എന്ന് വരും. വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് വായിച്ചിരിക്കുക. റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 to 3 until the remainder is 0. അപ്പൊ റിമൈൻഡർ 0 വരുന്നവരെ ഈ സ്റ്റെപ്സ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എഴുതുക. 51 ഈക്വൽ ടു 34ന്റെ കേസിലാണ് എഴുതുക. അപ്പൊ 34 വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. 51നെ 34 വെച്ച് ഡിവൈഡ് ചെയ്യുക. 51 ഡിവൈഡഡ് ബൈ 34 ചെയ്യുമ്പോൾ 1 ടൈമേ ഉള്ളൂ, 17 കിട്ടും റിമൈൻഡർ. സോ 34 into 1 പ്ലസ് 17 കിട്ടും. ഇപ്പോഴും റിമൈൻഡർ 0 ആയിട്ടില്ല. സോ റിപ്പീറ്റ് ചെയ്യുക. 34 is equal to 17 into, അതായത് എന്ത് ചെയ്യുക? വീണ്ടും 34നെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുക. 34 ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ 2 ടൈംസ് എന്ന് കിട്ടും. റിമൈൻഡർ 0 ആണ് വരുന്നത്, കാരണം 34 തന്നെയാണ് കിട്ടുന്നത്. സോ 17 into 2 പ്ലസ് 0. അപ്പൊ റിമൈൻഡർ 0 വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റിമൈൻഡർ 0 ആവുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ ബി ഫൈനൽ, ഈ ഫോമിൽ ഏത് ഫോമില വന്നേക്കുന്നത്? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഫൈനൽ ആയിട്ട് വരുന്ന ബിയുടെ പ്ലേസിൽ ഏത് നമ്പറാണോ കിടക്കുന്നത് അതായിരിക്കും ഇവിടുത്തെ GCD എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് എന്താണ്, ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് യൂക്ലിഡിയൻ അൽഗോരിതം, ഡിവിഷൻ അൽഗോരിതം. എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ഈ ഫോമിലേക്ക് എഴുതുക. എ എന്ന് പറയുന്ന ഡിവിഡന്റ്, ബി ഡിവൈസർ, ക്യൂ കോഷ്യന്റ്, ആർ റിമൈൻഡർ. അപ്പൊ ആ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്മോളസ്റ്റ് നമ്പർ ഏതാണോ അതുകൊണ്ട് ലാർജസ്റ്റ് നമ്പറിന്റെ പ്ലേസിൽ കൊടുക്കുക. അതിനുശേഷം തൊട്ട് മേളിൽ കിട്ടിയ റിമൈൻഡറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഈ നമ്പറിനെ 1819 എഴുതുക. അപ്പൊ വീണ്ടും എന്ത് കിട്ടും? റിമൈൻഡർ 51 കിട്ടും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് 2 സ്റ്റെപ്പിലെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഫൈനലി റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്യുക. റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഏത് ഫോമില? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വരുന്ന ആ ബി ആയിരിക്കും GCD ആയിട്ട് വരിക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്ഷൻ സിന്ന് എടുത്ത് എല്ലാ നമ്പേഴ്സും ഡിവൈഡ് ചെയ്ത് ചെയ്യുക. The linear congruence 15x congruent to 4 mod 8 has a unique solution, infinite solutions, no solution, cannot be determined. അപ്പോൾ ലീനിയർ കോൺഗ്രുവൻസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ AX congruent to B mod P എന്നാ. ഇപ്പൊ എയുടെ പ്ലേസിൽ ഇവിടെ 15 ആണ് വന്നേക്കുന്നത്, ബിയുടെ പ്ലേസിൽ 4,
പിയുടെ പ്ലേസിൽ 8. അപ്പൊ ഈ ഒരു ഫോമിൽ വരുന്ന ഏത് ലീനിയർ കോൺഗ്രുവൻസ് എടുത്താലും അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് GCD ഓഫ് A ആൻഡ് P കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് GCD ഓഫ് 15, 8. ഇപ്പൊ 15ന്റെ 18ന്റെ GCD കണ്ടുപിടിക്കാം. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ അത്രയും ഇതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ സ്മോൾ നമ്പേഴ്സ് അല്ലേ 15ഉം 8ഉം. ഇപ്പൊ 15ഉം 8ഉം നോക്കുമ്പോൾ എന്താണെങ്കിലും 8 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ 8നേക്കാളും ചെറിയ നമ്പർ ഒന്നെങ്കിൽ 8 അല്ലെങ്കിൽ 8നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും അവിടെ GCD ആയിട്ട് വരുള്ളൂ. സോ 8ന് മുമ്പുള്ള നമ്പേഴ്സ് 1 2 3 4 5 6 7 8 വരെ നോക്കുക. 8 വെച്ചിട്ട് 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8 എന്താണെന്ന് എടുക്കാൻ പറ്റില്ല. 15 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ഈവൻ നമ്പേഴ്സ് ഒന്നും തന്നെ ഡിവൈസസ് ആയിട്ട് വരത്തില്ല. പിന്നെ ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളേ? 1 3 5 7 ഇത്രയും നമ്പേഴ്സ് പിന്നെ ഡിവൈസസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ഇനി 1 ഉറപ്പായിട്ടും വരും. 1 ഒരു ഫാക്ടർ ആണ്. പിന്നെ 3 വരില്ലല്ലോ. 15ന്റെ ഫാക്ടർ ആണ്, പക്ഷെ 8നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3 വരില്ല. 5 8നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരേ ഒരു ഫാക്ടറേ വരുന്നുള്ളൂ, അത് 1 ആണ്. അപ്പൊ ഇതിന്റെ GCD എന്ന് പറയുന്നത് 1 ആണ്. സോ GCD 1 ആണ്. GCD എന്താണോ കിട്ടുന്നത് അത്രയും സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ലീനിയർ കോൺഗ്രുവൻസിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ GCD കണ്ടുപിടിച്ചാൽ മതി. എയുടെയും പിയുടെയും കൂടെ GCD കണ്ടുപിടിക്കും. അപ്പൊ 1 വന്നതുകൊണ്ട് ഇതിനെന്താണ് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് എ യുണീക് സൊല്യൂഷൻ. ഇപ്പൊ നോക്കുക, AX കോൺഗ്രുവന്റ് ടു B mod P എന്നുള്ള ഫോമില് ഒരു ലീനിയർ കോൺഗ്രുവൻസ് തരികയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് കാണാനായിട്ട് എയുടെയും പിയുടെയും GCD കാണുക. അത് എത്രയാണോ GCD എന്താണോ കിട്ടുന്നത് അത്രയും സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും.